ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കവിതയുമായിട്ടാണ്. കവിതയുടെ പേര് സീതാ സ്വയംവരം. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച ഈ ഒരു കവിത നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിൽ ഒന്നായിട്ടുള്ള രാമായണത്തിലെ നായകനും നായികയും ആരെല്ലാമാണ്? രാമനും സീതയും. രാമായണം എന്ന് പറയുന്ന ഇതിഹാസ കഥയിൽ ഒരുപാട്, പൂർണ്ണമായി പലരും വായിച്ചിട്ടില്ലെങ്കിലും അതിലെ കഥകൾ എല്ലാവർക്കും സുപരിചിതമാണ്. ഒരുപാട് ഭാഗങ്ങൾ വളരെ പ്രശസ്തമാണ്. അത്തരത്തിലൊന്നാണ് സീതയും രാമനും തമ്മിലുള്ള വിവാഹം. സീതാ സ്വയംവര വേദി, സീതാ സ്വയംവര മത്സരം, അങ്ങനെ ഒട്ടനേകം പ്രത്യേകതകളുണ്ട് സീതാ സ്വയംവരത്തിന്. നമ്മളുടെ കവിതയിൽ സീതാ സ്വയംവര വേദിയിലേക്ക് എത്തുന്ന ശ്രീരാമനും പിന്നീട് അവിടെ നടക്കുന്ന ചില സംഭവങ്ങളുമാണ് പ്രധാനമായിട്ടും വരുന്നത്. തുഞ്ചത്ത് രാമാനുജൻ രചിച്ച ഈ ഒരു കവിതയിൽ സീതയെ ആര് വിവാഹം ചെയ്യും എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരു കൂട്ടത്തിന് മുൻപിലേക്ക്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജകുമാരന്മാരുടെ ഒരു കൂട്ടത്തിന് മുൻപിലേക്ക് മഹർഷിയുമായി എത്തിയതാണ് ശ്രീരാമൻ. ഇത്രയും നേരം ആ ഒരു വില്ല് ഒന്നും അനക്കാൻ കഴിയാതിരുന്ന ആ വില്ലിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചില്ല. നമുക്കത് കൂടുതലായിട്ട് നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഉചിതം തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ചും സീത രാമ വിവാഹം നടക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചും സീതാ വിവാഹ വേദിയിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സീതയുടെ സ്വയംവരം തന്നെയാണ് കവിതയിലുടനീളം. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ പാഠഭാഗം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക. സംശയങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് തോന്നുകയാണെങ്കിൽ കുറിച്ചു വെച്ച് പിന്നീട് ചോദിക്കാനും ശ്രദ്ധിക്കുക. എല്ലാ തവണത്തെയും പോലെ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. പാഠം 7 സീതാ സ്വയംവരം, രചയിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. സീതാ സ്വയംവരം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ചിത്രം അല്ലെ, ഫോട്ടോ അല്ല, ചിത്രമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ? ചിത്രം വരച്ചതാണ് അല്ലെ. നമ്മുടെ മലയാള ഭാഷാ പിതാവൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്തരം സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും പറഞ്ഞു കേട്ട അറിവിന്റെ അടിസ്ഥാനത്തിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ജീവിത രേഖ നോക്കാം. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, പ്രാചീന കവിത്രയത്തിലെ ഭക്തകവി. ആധുനിക കവിത്രയം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ചെറുശ്ശേരി നമ്പൂതിരിപ്പാട്,
തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നല്ല എന്നും തുഞ്ചൻ പറമ്പിൽ ജനിച്ച തുഞ്ചത്തെ രാമന്റെ അനുജനായ എഴുത്തച്ഛൻ എന്ന് മാത്രമാണ് ആ പേരിന് പിറകിലെന്നും പലരും പറയപ്പെടുന്നു. പതിനഞ്ചാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായിരുന്നിരിക്കണം ജീവിച്ചിരുന്ന് വിശ്വസിച്ചു പോരുന്നു. ലഭ്യമായ രേഖകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതവും മരണവും എല്ലാം തന്നെ ആയിരുന്നു, വിശ്വസിച്ചു പോരുന്നു, ആയിരിക്കാം എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. എഴുത്തച്ഛന്റെ യഥാർത്ഥ നാമം രാമാനുജൻ എന്നും ചില ആൾ കൃഷ്ണൻ എന്നും ഒക്കെ അഭിപ്രായം കാണുന്നുണ്ട്. യഥാർത്ഥ നാമം തുഞ്ചനാണെന്നും ഏറ്റവും ഇളയ ആൾ എന്ന രീതിയിൽ ആണ് അപ്രകാരം വന്നതെന്നും ഒക്കെ പറയപ്പെടുന്നു. തുഞ്ചൻ അധികം പറമ്പ് എന്ന സ്ഥലനാമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവയെ ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്ത് തുഞ്ചൻ പറമ്പാണ് കവിയുടെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോഴും അവിടെ തുഞ്ചൻ പറമ്പിൽ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ചെന്നാൽ കാണാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞു, സീതാരാമന്മാരുടെ കഥയാണ് സീതാ സ്വയംവരം എന്ന കവിതയിൽ. കൃതിയുടെ പേര് അധ്യാത്മ രാമായണം. എഴുതിയത് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇപ്പൊ രാമായണം എഴുതിയത് എഴുത്തച്ഛനാണോ? ആണോ? അല്ല. രാമായണം എഴുതിയത് ആദികവിയായ വാൽമീകി മഹർഷിയാണ്. വാൽമീകി രാമായണം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. പക്ഷേ ഇത് അധ്യാത്മ രാമായണം മലയാള ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മലയാളത്തിലുണ്ടായ എഴുത്തച്ഛന്റെ കൃതി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള അദ്ദേഹം രചിച്ചതാണെന്ന് വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ ഒരു കിളിയെ നൽകിയിരിക്കുന്നത് കാണാം, അല്ലേ? തത്തേ, കിളിപ്പാട്ട് പുരാണങ്ങളിലെ ദൈവങ്ങളെ ഒക്കെ കഥാപാത്രങ്ങളായി മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞാൽ അറം പറ്റിപ്പോവുക എന്നുള്ള വിശ്വാസപ്രകാരം കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നുള്ളതാണ് വിശ്വാസം. അടുത്തത് ഞാൻ പറഞ്ഞു, സീതാ സ്വയംവര വേദി ഒരു ഒട്ടനേകം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതിലൊന്നാണ് വരനെ കണ്ടെത്തുന്ന രീതി. വരനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ഒരു വില്ല് ഉയർത്തണം. വില്ല് എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും ഇല്ലേ, അതിലെ വില്ല് അല്ലെങ്കിൽ ധനുസ്. ത്രയംബകം എന്നാണത്രേ അതിന്റെ പേര്. എന്തുകൊണ്ട് മത്സരം? എന്തുകൊണ്ട് ത്രയംബകം വില്ല്? അതിലേക്ക് നമുക്ക് കടക്കാം. ഭക്തനായ ജനക മഹാരാജാവിന് ശിവൻ നൽകിയ അത്ഭുതകരമായിട്ടുള്ള വില്ലാണ് ത്രയംബകം. അതായത് ജനക മഹാരാജാവിന്റെ
പുത്രിയാണ് സീതാദേവി. അതിന് പുറകിൽ ഒരു കഥയുണ്ട്. സീതാദേവി ജനക മഹാരാജാവിന്റെ ശരിയായ പുത്രിയല്ല. ഒരിക്കൽ മണ്ണിൽ പണിയെടുക്കുന്ന സമയം ഒരു പെട്ടിയിൽ നിന്നാണ് സീതയെ കിട്ടിയതെന്നും സീതയെ സ്വന്തം മകളെ പോലെ ജനക മഹാരാജാവ് വളർത്തിയെന്നുമാണ് കഥ. അവൾ മിഥിലയുടെ പുത്രിയായിട്ട് വളർന്നു. അങ്ങനെ അവൾ മൈഥിലിയായി. ജനകന്റെ മകളായി വളർന്നു. അവളെ ജാനകി എന്ന് വിളിച്ചു. ഇങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ്. തികഞ്ഞ ശിവഭക്തനായിട്ടുള്ള ജനക മഹാരാജാവിന് ശിവൻ ഒരിക്കൽ നൽകിയതാണ് അത്ഭുതകരമായ ത്രയംബകം വില്ല്. അതിന് സുനാഭം എന്ന് പേര് കാണുന്നുണ്ട്. ത്രിപുരന്മാരെ വധിക്കുന്നതിന് വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ച് ശിവന് നൽകിയ ശാപം. ക്ഷമിക്കണം, ശിവന് നൽകിയതാണ്. ഇതോടൊപ്പം നിർമ്മിച്ച മറ്റൊരു ശാപമുണ്ട്. അതിന്റെ പേരാണ് ശാർങ്കം. അത് വിഷ്ണുവിനാണ് നൽകുന്നത്. അങ്ങനെ ത്രിപുരന്മാരെല്ലാം വധിച്ചതിന് ശേഷം ശിവൻ വില്ല് സൂക്ഷിച്ചു വെക്കുകയാണ്. ദക്ഷന്റെ യാഗം മുടക്കുവാൻ എത്തിയ ശിവൻ എന്ത് ചെയ്യുന്നു? ദേവന്മാരോട് പറയുകയാണ്, ഈ യാഗത്തിൽ എനിക്ക് നൽകേണ്ടതായ അംശം നൽകാത്തതിനാൽ ഞാൻ ഈ വില്ലുകൊണ്ട് നിങ്ങളുടെ ശിരസ് ഛേദിക്കാൻ പോകുന്നു. ഭയന്നുപോയ ദേവന്മാർ ശിവനെ സ്തുതിക്കുകയും സന്തോഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു നൽകുന്നു. അതിൽ സന്തുഷ്ടനായ ശിവൻ വില്ല് ദേവന്മാർക്ക് നൽകുന്നു. അങ്ങനെ ദേവന്മാർക്ക് ലഭിച്ച ആ വില്ല് സൂക്ഷിച്ചു വെക്കാനായി ശിവഭക്തനായ ജനക മഹാരാജാവിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ മിഥിലയിലെത്തിയ ഈ വില്ലിനെ തലമുറയായിട്ട് സൂക്ഷിച്ച് പൂജിച്ചു വരുന്നതാണ് ഈ പറയുന്ന ത്രയംബകം വില്ല്. അതുപോലെ ശാങ്കരം വില്ലിനെ കുറിച്ചുള്ള വിശദീകരണം അവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ, സീതയ്ക്ക് വിവാഹപ്രായമായപ്പോൾ ഒരു വീരന് മാത്രമേ നൽകുകയുള്ളൂ എന്ന് ജനകൻ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ തീരുമാനിക്കുകയാണ്. അതായത് എവിടെയാ, അത് അടുത്തതിലേക്ക് പറയാം. അടുത്ത വേറെ വരുന്നുണ്ട്, ഞാൻ പറയാൻ വന്ന കാര്യം ചിന്തിച്ചതാ. അങ്ങനെ മിഥിലെത്തിയ രാമൻ ഭഗവാന്റെ വില്ല് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ വില്ല് ഉയർത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോവുകയും ചെയ്യണം. ആ വില്ല് എന്ന് പറയുമ്പോൾ വെറും വില്ലല്ല. എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. 5000 പേർ എടുത്തുകൊണ്ട് വന്ന് 8 ചക്രമുള്ള കൂറ്റൻ ഇരുമ്പ് പേടകത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു പടുകൂറ്റൻ വില്ലാണത്. അദ്ദേഹം അത് വളരെ അനായാസം എടുക്കുകയും അത് ശ്രീരാമന്റെ കൈയുടെ ബലം താങ്ങാനാവാതെ രണ്ടായി ഒടിഞ്ഞു വീഴുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. അങ്ങനെ ഉഴവുചാലിൽ നിന്നും ലഭിച്ച മഹാലക്ഷ്മിയുടെ അവതാരമായ ജനകന്റെ വളർത്തുമകളായ സീത രാമന്റെ പത്നിയായി തീർന്നു. ഇതാണ് കഥ. പിന്നീട് എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങിപ്പോകുന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒന്ന് വായിച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് വായിച്ചു നോക്കുക. പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അടുത്തത്, സീതയ്ക്ക് വിവാഹപ്രായമായപ്പോൾ ഒരു വീരന് മാത്രമേ നൽകുള്ളൂ എന്ന് നിശ്ചയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ ആ വില്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ വില്ല് ഉയർത്തണമെങ്കിൽ അത്രയും ആളുകളുടെ ഫലം വേണം. മത്സരം തുടങ്ങിയപ്പോൾ
അനേകം രാജാക്കന്മാർ വന്ന് വില്ലൊന്ന് ഉയർത്താൻ പോലും കഴിയാതെ നാണം കെട്ട് സ്ഥലം വിടുന്ന കാഴ്ചയാണ് കണ്ടത്. വില്ല് കുലയ്ക്കുന്ന ആളിന് മാത്രമേ സീതയെ നൽകുകയുള്ളൂ എന്ന് ജനകൻ നിശ്ചയിക്കാനുള്ള കാരണമാണ് ഏറ്റവും പ്രധാനം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തുകൊണ്ട് ഈ മത്സരം? അതിന് പ്രധാനമായും നാരദന്റെ ഒരു ഉപദേശമാണ് കാരണം. മിഥിലെത്തിയ നാരദ മഹർഷി ജനകനോട് പറയുകയാണ്, നിന്റെ മകളുടെ കുറിച്ചുള്ള സത്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. പരമാത്മാവായ ഭഗവാൻ നാരായണൻ രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. അതാണ് ശ്രീരാമൻ. അവനെ ശ്രീരാമനെ സീതയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. എങ്ങനെ നൽകും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന ഒരു കാഴ്ച ജനക മഹാരാജാവ് കാണുന്നു. സീതാ മഹാറാണി അല്ലെങ്കിൽ സീതാ രാജകുമാരി ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കളിച്ചുകൊണ്ടിരുന്ന പന്ത് കൊട്ടാരത്തിന് സമീപം ശൈവചാപം, അതായത് ആ ത്രയംബകം വില്ല് സൂക്ഷിച്ച മുറിയിൽ ചെന്ന് വീണു. സത്യം പറഞ്ഞാൽ ജനകനോ മഹാരാജാവിനോ അല്ലെങ്കിൽ രാജ്ഞിക്കോ അല്ലാതെ ആ മുറിയിൽ കയറാൻ കഴിയില്ല. അങ്ങനെ പന്ത് അന്വേഷിച്ച് സീതാദേവി ആ മുറിയിൽ കടന്നു. പന്ത് ആ ചാപം വെച്ചിരുന്ന പെട്ടിയുടെ അടിയിലേക്കാണ് ഉരുണ്ടു പോയിരിക്കുന്നത്. 5000 ശക്തന്മാർ അല്ലെങ്കിൽ 5000 ശക്തന്മാരായ ഭടന്മാർ വിചാരിച്ചാൽ മാത്രമേ അനക്കാൻ പോലും കഴിയുകയുണ്ടായിരുന്ന ആ ഒരു പെട്ടി അല്ലെങ്കിൽ ആ ഒരു ചാപം വളരെ നിഷ്പ്രയാസം നീക്കി ആ പന്ത് സീതാദേവി എടുക്കുന്നത് ജനക മഹാരാജാവിന്റെ കാഴ്ചയിൽപ്പെട്ടു. അന്നാണ് തന്റെ മകളായി ജീവിക്കുന്ന സീതാദേവി സാധാരണ ഒരു മനുഷ്യ കന്യകയില്ലെന്നും ഒരു ദിവ്യ അവതാരമാണെന്നും ഒക്കെ ബോധ്യപ്പെടുന്നത് ആർക്ക്? ജനക മഹാരാജാവിന്. അതുപോലെ മറ്റൊരു ദിവസം ഉദ്യാനത്തിൽ രാജകുമാരി പൂ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉയർന്ന മരക്കൊമ്പിലുള്ള പൂങ്കുല ഒരു ബാണം തൊടുത്ത് ഒരു കേടുമില്ലാതെ പറിച്ചു നൽകുന്ന സാമർത്ഥ്യം ജനകൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ആ സമയത്താണ് നാരദന്റെ ഈ വരവും വെളിപ്പെടുത്തലും ഉണ്ടാവുന്നത്. അങ്ങനെ അദ്ദേഹം മത്സരം വെച്ചു. മത്സരം ത്രയംബകം വില്ല് ഉയർത്തുന്നവനാരോ അവനാണ് എൻ്റെ മകൾക്ക് യോജിച്ച വരൻ. നിരവധി ആളുകൾ, രാജാക്കന്മാർ, രാജകുമാരന്മാർ എല്ലാവരും സീതയോടും രാജ്യത്തോടും ഒക്കെയുള്ള ആഗ്രഹത്താൽ മത്സരത്തിൽ പങ്കെടുക്കാനായി വന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഒരാൾക്കും തന്നെ അതിനെ ഒന്ന് തൊടാനോ ഒന്ന് അനക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ വേദിയിലേക്ക് ശ്രീരാമൻ കടന്നു വരുന്നത്. അദ്ദേഹം മഹർഷിയായ വിശ്വാമിത്രനോടൊപ്പം ജനക മഹാരാജാവായ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. ഇനിയുള്ളതാണ് നമ്മുടെ പാഠഭാഗം.
വരികളിലേക്ക് കടക്കുന്നു. വരികൾ പൂർണ്ണമായും വായിച്ചു നോക്കുക. വിശദീകരണത്തിന് ശേഷം സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ച് ചോദിക്കാനും ശ്രദ്ധിക്കുക. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമശിവൻ. കുറച്ചും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ചന്ദ്രനെ ശിരസിൽ അലങ്കാരമായി ധരിക്കുന്നവനാരോ അവൻ ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ പള്ളിവില്ല്, അതായത് ചാപം, ധനുസ്, ഭഗവാന്റെ വില്ല് കണ്ട് രാമചന്ദ്രൻ മനസ്സിൽ സന്തോഷം ഉൾക്കൊണ്ട്, ആനന്ദം ഉൾക്കൊണ്ട് ആ വില്ലിനെ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു. തുടർന്ന് തന്നോടൊപ്പം വന്ന വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നു, ഒരു അനുവാദം ചോദിക്കുന്ന രൂപത്തിൽ, വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ഇവ ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. ആ ചോദ്യങ്ങളെല്ലാം കേട്ട് വിശ്വാമിത്രൻ ഇപ്രകാരം ചൊല്ലി. എന്താ ചൊല്ലിയേ നോക്കാം. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. അതായത് തന്നോടൊപ്പം വന്ന വിശ്വാമിത്ര മഹർഷിയോട് അദ്ദേഹം ചോദിക്കുകയാണ്, ആ വില്ലെനിക്ക് എടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എടുക്കട്ടെ, കുലയ്ക്കട്ടെ. കുലയ്ക്ക മീൻസ് അല്ലെ, വലിക്കുക, കുലയ്ക്ക തൊടുക്കുക എന്നൊക്കെ പറയും. എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ പറഞ്ഞു, എല്ലാം ചെയ്തു കൊള്ളുക, ഒന്നിനും യാതൊരുവിധ മടിയും വേണ്ട. ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. കല്യാണത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വിവാഹം എന്ന അർത്ഥം, മറ്റൊന്ന് മംഗളം, നല്ലത് എന്നർത്ഥം. ചെയ്തോളൂ, എല്ലാമാകുന്നത് ചെയ്താലും യാതൊരുവിധ മടിയും വേണ്ട. കാരണം നല്ലത് മാത്രമാണ് അതുകൊണ്ട് വന്നുകൂടുന്നത്. കല്യാണം, മംഗളം ഇവയെല്ലാം അത് കാരണം വന്നുകൂടിയിടും. അത് കേട്ടിട്ട് അടുത്ത വരി നോക്കൂ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അത് കേട്ട് മന്ദം മന്ദം മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ഒരു ചെറിയ ചിരി, അതിനാണ് മന്ദഹാസം. വിശ്വാമിത്ര മഹർഷിയുടെ മറുപടി കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? വളരെ പതുക്കെ, ഇതാണ് മന്ദം മന്ദം. മന്ദഹാസം എന്ന് പറഞ്ഞാൽ ചെറു പുഞ്ചിരി, മന്ദം മന്ദം എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ, അതിനടുത്ത് ചെന്ന് നിന്ന് ശാപം കണ്ടു. മറ്റൊരു വാക്യം ശ്രദ്ധിച്ചോ, രാഘവൻ. ആരാ രാഘവൻ? ആരായിരിക്കും? തീർച്ചയായും ശ്രീരാമൻ. ശ്രീരാമൻ എന്തുകൊണ്ടാണ് രാഘവൻ എന്ന് വിളിക്കുന്നത്? രഘുവംശത്തിൽ പിറന്നവൻ, അതുകൊണ്ടാണ് രാഘവൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചുള്ളത്. അതായത് ശ്രീരാമൻ. അങ്ങനെ വളരെ പതുക്കെ അദ്ദേഹം ശാപത്തിന്റെ അടുത്തു പോയി ചെന്ന് നിന്നു. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. അദ്ദേഹം അതിന്റെ അടുത്തേക്ക് ചെല്ലുകയും ആ വേഗത്തോടുകൂടി, ജ്വലിച്ച തേജസ്സോടുകൂടി വേഗം തന്നെ അദ്ദേഹം അത് കുലയ്ക്കുവാനുള്ള ശ്രമം നടത്തി. പക്ഷേ വില്ലെടുത്ത് കുലച്ചു എന്നുള്ളത് മാത്രമല്ല, അത് കുലച്ചു വലിച്ചുടൻ അത് മുറിച്ചു. അത് കുലച്ചു വലിക്കുന്നതിന് സമയം അത് വളരെ നിഷ്പ്രയാസം അത്
മുറിഞ്ഞു. അതാണ് മുറിച്ചു. അറിഞ്ഞുകൊണ്ടല്ല, അദ്ദേഹം അത് തൊടുക്കാനായിട്ട് വലിച്ച സമയത്ത് എന്ത് ചെയ്തു? ആ അത് മുറിഞ്ഞു പോയി. അതുകൊണ്ടാണ് വലിച്ചു മുറിച്ചുടൻ, കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം എന്ന് പറയുന്നത്. അദ്ദേഹം കുലച്ചു, പക്ഷേ കുലയ്ക്കാനായി വലിച്ചുടൻ മുറിഞ്ഞു പോയി ആ ജിതശ്രമം. ജിതശ്രമം, ജിതം, ജിതം മീൻസ് ജീത്ത്, വിജയം, ജയിക്കുക എന്നർത്ഥം. ആ വിജയിച്ച ശ്രമത്തിൽ അത് അദ്ദേഹം ഉയർത്തി. പക്ഷെ ഉയർത്തുക മാത്രമാണ് ചെയ്തത്, അത് കുലയ്ക്കാനായിട്ട് കൈകൊണ്ട് വലിച്ചപ്പോൾ ആ ഒരു വില്ല് 2 കഷ്ണമായി നുറുങ്ങുക അല്ലെങ്കിൽ ഒടിയുകയാണ് ചെയ്തത്. നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. ഇത്രയും നേരം ആലോചിക്കണം, ഇത്രയും നേരം അതിനുവേണ്ടി ഓരോരുത്തരും അതൊന്ന് അനക്കാൻ പോലും കഴിയാതെ, ഒരുപാട് പേർ വന്ന് ശ്രമിച്ചു, അതൊന്ന് അനക്കാൻ പോലും കഴിയാതെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ആരാകും ഇതൊന്ന് അനക്കുക എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി വരികയും വളരെ നിഷ്പ്രയാസം, അങ്ങനെ തന്നെ പറയണം, നിഷ്പ്രയാസം അതിനെ എടുത്ത് പൊക്കുകയും ചെയ്തു. പൊക്കുക മാത്രമോ, തൻ്റെ കൈകളിൽ, തൻ്റെ കൈകളുടെ ശക്തി താങ്ങാനാവാതെ അവ പൊട്ടി വീഴുകയും ചെയ്തു. ആ സമയം നമ്മൾ പറയും ഈരേഴ് ലോകങ്ങൾ അല്ലേ? എല്ലാ ലോകങ്ങളും, അതായത് ഈരേഴ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയാം, ഈരേഴ് 14 ലോകം എന്നാണ് നമ്മൾ പറയാം. ഈരേഴ് 14 ലോകവും ആ പൊട്ടുന്ന ശബ്ദം ആണ് മാറ്റൊലി. അത്രത്തോളം ഭയങ്കരമാം വിധം രൂപത്തിൽ ഈരേഴ് 14 ലോകത്തിലും അതിൻ്റെ ശബ്ദം മാറ്റൊലി കൊണ്ടു. നമ്മൾ പണ്ടൊക്കെ സീരിയലൊക്കെ കാണുന്ന സമയത്ത് കാണും, ഇങ്ങനെ എന്താ പറയാ, മറ്റ് ലോകത്ത് നിന്നും, ഇപ്പോ സ്വർഗത്ത് നിന്നൊക്കെ പുഷ്പങ്ങളൊക്കെ അങ്ങനെ പുഷ്പവർഷങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ എല്ലാ ലോകത്തുള്ള ആളുകളും ആ മാറ്റൊലി കേൾക്കുകയും വിസ്മയപ്പെട്ടു ജനം, അമ്പരന്നു. കാരണം അനക്കാൻ കഴിയാത്ത ഒരാൾ എടുത്തു, അതുപോട്ടെ, എടുത്തുയർത്തുന്നതിനിടയിൽ ആർക്കും അനക്കാൻ പോലും പറ്റാത്ത ആ സാധനം, ആ വില്ല് ഒടിഞ്ഞു പോയി. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. വില്ല് ഒടിഞ്ഞപ്പോൾ അതൊരു ഇടിവെട്ടിയിടും വണ്ണമാണ് ശബ്ദമുണ്ടായത്. ഇടിവെട്ടിയിടുന്ന പോലെ ആ വിൽ മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ മത്സരം കാണാനും പങ്കെടുക്കാനുമായി എത്തിയ ഒട്ടനവധി രാജാക്കന്മാരുണ്ട് അവിടെ. അവരെല്ലാം നടുങ്ങി. എങ്ങനെ നടുങ്ങി? ഉരകങ്ങളെ പോലെ നടുങ്ങി. ഉരകങ്ങൾ, ഉരസുകൊണ്ട് ഗമിക്കുന്നത് ഉരകങ്ങൾ അല്ലെ? പാമ്പൊക്കെ, പാമ്പ് നടുങ്ങ എങ്ങനെയാ? ആ പുറകോട്ടൊന്ന് വലിഞ്ഞിട്ട് അല്ലെ, അതങ്ങനെ വലിയും, കണ്ടിട്ടുണ്ടോ? അത് ബാക്കിലോട്ട് പോയിട്ടൊന്ന് ഇങ്ങനെ ചുരുളും. അപ്പോ ആ പേടി, ആ ഒരു ഞെട്ടൽ, ആ ഒരു നടുക്കം രാജാക്കന്മാരിൽ അവിടെ വർണ്ണിക്കുന്നത് ഉരകങ്ങളോട് ഉപമിച്ചിട്ടാണ്. പക്ഷേ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. മൈഥിലി, ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ, ആരാ മൈഥിലി?
സീതാദേവി. എന്തുകൊണ്ടാ സീതയെ മൈഥിലി എന്ന നാമം വിളിക്കുന്നത്? മിഥില രാജ്യത്തെ രാജകുമാരി ആയതിനാലാണ് അവളെ മൈഥിലി എന്നറിയപ്പെടുന്നത്. മിഥിലയുടെ രാജകുമാരി മൈഥിലി. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. മൈഥിലിക്ക് ഒരു മയിൽപേടയെ പോലെ സന്തോഷം വന്നു. കാരണം എന്താ? ഇത്രയും നേരം തനിക്ക് അനുയോജ്യനായ വരൻ ആരെന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അവൾ ചെയ്തത്. ഒരുപാട് നേരം കാത്തിരുന്നിട്ടും തനിക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു വരൻ വന്നിട്ടില്ല. വരുന്ന ഓരോ രാജാക്കന്മാരും അതൊന്ന് ഉയർത്താൻ പോയിട്ട് അനക്കാൻ പോലും ആവാതെ ഇരിക്കുകയാണ്. അതിനാൽ തന്നെ തനിക്ക് ലഭിച്ച തന്റെ വരൻ, മത്സരത്തിൽ ജയിച്ച തന്റെ വരൻ, ആ വരനെ കണ്ട സന്തോഷത്തിൽ, തനിക്ക് ഉത്തമനായിട്ടുള്ള വരനെ ലഭിച്ച സന്തോഷത്തിൽ അവൾ ഒരു മയിൽപേടയെ പോലെ പ്രകടിപ്പിക്കുകയാണ് ആ സന്തോഷം. അല്ലെ? ശ്രദ്ധിച്ചോ? ഇടി വെട്ടിയിട്ടും വേണം, അതിന്റെ തുടർച്ചയല്ലേ? ഇടി എന്തിന്റെ ബാക്കി പത്രമാണ്? മഴയുടെ ബാക്കി പത്രം അല്ലെ? മഴ ഉണ്ടാവുമ്പോഴാണ് ഇടി ഉണ്ടാവുക. അതിനൊപ്പമാണ് എന്തുണ്ടാവുക? മയില് പീലി വിടർത്തുക. മഴയത്താണ്, അല്ലെങ്കിൽ മഴ കാണുമ്പോഴാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മഴ വരുമ്പോഴാണ് പീലി വിടർത്തി ആടുന്ന മയിലുകൾ ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു പദപ്രയോഗം രചയിതാവ് നൽകിയിട്ടുണ്ടാവുക. അപ്പോ സന്തോഷമുണ്ടായി ആർക്ക്? മൈഥിലിക്ക്. അടുത്തത് സന്തോഷമല്ല, കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. അല്ലേ? കാരണം ഓരോരുത്തരിലും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ഭാവങ്ങളാണ് അവിടെ നൽകുന്നത്. ഇത്രയും നേരം പ്രതീക്ഷയോട്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിന്നിരുന്ന കാണികൾ, രാജാക്കന്മാർ, ജനങ്ങൾ, അവർക്ക് ഉണ്ടായത് നടുക്കമാണെങ്കിൽ മൈഥിലിക്ക് സന്തോഷം. ചേതസി കൗശികൻ. ചേതസി എന്ന് പറഞ്ഞ സന്യാസി. ആരാ കൗശികൻ? നമ്മുടെ വിശ്വാമിത്ര മഹർഷി. അദ്ദേഹത്തിന് കൗതുകമാണ് തോന്നിയത്. അങ്ങനെ അടുത്ത വരി നോക്കുക. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. അപ്പൊ കല്യാണം ഉറപ്പിച്ചു, മീൻസ് വരനെ കിട്ടി. ഇതുവരെ വരനൊന്നും ഇല്ലായിരുന്നു. വരനെ കിട്ടിയ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? അണിഞ്ഞൊരുക്കണം, കല്യാണത്തിന് വേണ്ടി തയ്യാറാക്കണം. അതിനാൽ തന്നെ എന്ത് ചെയ്യാണ്? മൈഥിലിയെ തന്റെ പരിചാരികമാർ, അല്ലെ, രാജകുമാരിയാണ്, ഒരുപാട് എന്താണ് തോഴിമാരും മറ്റൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്? അവളെ അണിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അടുത്തേക്ക് വരികയാണ്. മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച അവളുടെ മാതാവും, സീതയെ ഈ പറയുന്ന മാതാവും അതുപോലെ തോഴിമാരും എല്ലാവരും, അമ്മമാർ എന്നാ പറയുന്നത് അല്ലേ? ഇത് മാതാക്കന്മാരും എന്ന് പറയുന്നത്, അമ്മമാരും ചേർന്ന് നന്നായി അണിയിച്ചൊരുക്കുന്നു. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി. വിവാഹമാണ്. ധാരാളം സ്വർണ്ണ ആഭരണങ്ങൾ അണിഞ്ഞായിരിക്കും രാജകുമാരിയായ സീത എത്തുന്നത്. പക്ഷേ അവളുടെ ശരീരം തന്നെ സ്വർണവർണ്ണം പോലെ മനോഹരമായതാണ്. സ്വർണവർണ്ണമുള്ള, സ്വർണ്ണ നിറമുള്ള, നമ്മൾ പെൺകുട്ടികളൊക്കെ പറയില്ലേ, സ്വർണത്തിന്റെ നിറമുള്ള പെൺകുട്ടി എന്നൊക്കെ പറയും.
നിന്റെ ശരീരം കാണാൻ തങ്കത്തിന്റെ നിറമാണ്. ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. സ്വർണവർണ്ണം പോലെയുള്ള മൈഥിലി വളരെ മനോഹരിയാണ്. മാത്രമല്ല ഇപ്പോഴതാ സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ. അവൾ ഓൾറെഡി, അല്ലെങ്കിൽ സീതാദേവി ഓൾറെഡി എന്താണ്, നല്ല മനോഹരിയായിട്ടുള്ള, സ്വർണ്ണ നിറമുള്ള മനോഹരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഇപ്പോൾ അതാ സ്വർണഭൂഷണം, ഭൂഷണം എന്ന് പറഞ്ഞാല് ആഭരണം, സ്വർണ്ണ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കൂടുതൽ ശോഭയോട് കൂടിയിട്ട് നിൽക്കുകയാണ്. സ്വർണമാലയും ധരിച്ചാതാരാൽ മന്ദം മന്ദ മർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. അവളൊരു ചെറിയ, അല്ലേ, നാണത്തിലാണ്. നമ്മൾ കല്യാണമാണല്ലോ അല്ലെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള നാണമൊക്കെ ഉണ്ടാവും. അപ്പോ അവൾ സ്വർണമാലയും ധരിച്ചുകൊണ്ട് വളരെ മന്ദം മന്ദം, നേരത്തെ ശ്രീരാമൻ വില്ലിനടുത്തേക്ക് പോയ പോലെ തന്റെ വരന്റെ അടുത്തേക്ക് അവൾ വളരെ പതിയെ പതിയെ, അർണോജനേത്രൻ, അർണോജം എന്നാണ് വാക്ക്. അർണോജം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം, കണ്ണ് എന്നാണ് നേത്രം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം അർണോജനേത്രം എന്ന് പറഞ്ഞാൽ എന്താ? അർണാജം പോലെ മനോഹരമായ നേത്രത്തോട് കൂടിയവൻ അർത്ഥം, അല്ലേ? താമരയുടേതുപോലെ കണ്ണുള്ളവൻ. താമര, നമ്മള് കൃഷ്ണന്റെ ശ്രീരാമന്റെയും കണ്ണുകളൊക്കെ അങ്ങനെ ഉപമിക്കാറുണ്ട്. താമര കണ്ണുള്ളവൻ, താമരയുടെ പോലെ കണ്ണുള്ളവൻ. മന്ദം മന്ദം ശ്രീരാമന്റെ മുമ്പിൽ സത്രപം വിനീതയായി അവൾ വരികയാണ്. സത്രപം എന്ന് പറഞ്ഞാൽ ലജ്ജ, നാണം, മടി. കല്യാണല്ലേ, ഒരു നാണത്തോടു കൂടി, മടിയോട് കൂടി, അല്ലേ, എന്ത് ചെയ്യാണ് അവൾ? പതുക്കെ പതുക്കെ വിനീതയായിട്ട് മന്ദം മന്ദം ശ്രീരാമന്റെ അടുക്കലേക്ക് വരുന്നു. വന്നുടൻ നേത്രോത്ഫല മാലയുമിട്ട മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയുമിട്ടിടിനാൾ. അത് നോക്കൂ, അതായത് അവള് വളരെ പതുക്കെ പതുക്കെ ലജ്ജയോടും വിനയത്തോടും കൂടിയിട്ട് ശ്രീരാമന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അടുത്തെത്തിയ ഉടനെ, നമ്മൾ ഇന്നത്തെ പോലെ ഒന്നല്ല, ഇന്നിപ്പോ നമ്മൾ പെണ്ണ് കാണാൻ ആദ്യം ഒരാൾ വരും, പിന്നെ വീട്ടിലെല്ലാരും വരും, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, ഫോണ്, കോള്, സേവ് ദ ഡേറ്റ്, അത് ഇത്, ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മളുടെ എന്താ പറയാ, കല്യാണത്തിന് മുൻപ് തന്നെ പരസ്പരം അറിയാനുള്ള എല്ലാ വഴികളും ഇന്നുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, അല്ലേ? അത് ചിലപ്പോ പെണ്ണിനെ ആദ്യമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ചെക്കനെ ആദ്യമായിട്ട് കാണുന്നത് കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരിക്കും. ഇപ്പോ സീതാ സ്വയംവര വേദി എന്ന് പറഞ്ഞാൽ അതിനും വ്യത്യസ്തമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീരാമൻ ആദ്യമായി നോക്കിയ സമയത്ത് തന്നെ അവൾക്ക് ഇഷ്ടമായി എന്നുള്ളതിന്റെ അർത്ഥമായി നേത്രോത്ഫല മാല ആദ്യം തന്നെ അവൾ ഇട്ടു. നേത്രോത്ഫലം, നേത്രം അറിയാലോ, കണ്ണ്. ഉൽപ്പലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളത്തിന്റെ പൂവിനാണ് ഉൽപ്പലം കൊണ്ട് ഉദ്ദേശിക്കുക. പക്ഷെ ഇവിടെ വിഷയമാക്കുന്നത് സീതയുടെ കണ്ണുകൾ, ആ കണ്ണുകളാണ് കരിങ്കൂവള പൂവായിട്ട് പറയുന്നത്. ആ പൂവുകൾ കൊണ്ട് മാല ചാർത്തി ശ്രീരാമനെ അണിയിച്ചു. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീതയുടെ കണ്ണുകൾ കൊണ്ട് ശ്രീരാമനെ അടിമുടി ഒന്ന് നോക്കി, പച്ച മലയാളത്തിൽ അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടു എന്ന് സാരം. വന്ന ഉടനെ തന്നെ പൂർണ്ണമായും സീത ശ്രീരാമനെ നോക്കുകയും മനസാൽ വരിക്കുകയും ചെയ്തു. പിന്നീടോ വരണാർത്ഥമാലയും മിട്ടിയിടിനാൾ. ആദ്യം മനസാ വരിച്ചു, പിന്നീട് കല്യാണത്തിന്റെ അടയാളമായ പൂർണ്ണതയായിട്ടുള്ള വരുന്ന രീതിയിൽ വരണമാല്യം, കല്യാണമാല, അല്ലേ, ഇത് താലിയാണെങ്കിൽ താലി, അല്ലെങ്കിൽ മാലയാണെങ്കിൽ മാല, അവയും ഇട്ടു. കവിത ഇനിയും ഒരുപാടുണ്ട്. നമ്മൾ സീതാസ്വയംവരം എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന നമ്മൾക്ക് പഠിക്കാൻ ആവശ്യമായ വരികൾ ഇത്ര മാത്രമാണ് എന്ന് സാരം.
അപ്പോ ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചു സീതാ സ്വയംവരം അധ്യാത്മ രാമായണത്തിലെ എഴുത്തച്ഛൻ തയ്യാറാക്കിയ ഒരു ഭാഗം. സീതാ സ്വയംവര വേദിയാണ് നമ്മുടെ വിഷയം. ത്രയംബകം വില്ല് ഉയർത്താനാവാതെ ഇരിക്കുന്ന വേദിക്ക് മുൻപിൽ, അല്ലെങ്കിൽ എന്താ പറയാ, രാജാക്കന്മാരുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ശ്രീരാമനും വിശ്വാമിത്ര മഹർഷിയും. ശ്രീരാമൻ വില്ല് ഉയർത്താൻ ശ്രമിക്കുന്നതും വില്ല് ഉയർത്തുന്നതിനിടെ ആ വില്ല് പൊട്ടി വീഴുന്നതും അത് കണ്ട് രാജാക്കന്മാർ, ജനങ്ങൾ, കൗശികൻ അതായത് വിശ്വാമിത്ര മഹർഷി, കല്യാണ പെണ്ണ് സീതാദേവി, ഇവർക്കുണ്ടാകുന്ന എന്താ പറയാ അവരുടെ ഭാവങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മുടെ കവിതയിലെ പ്രധാന വിഷയം. അവസാന വരികളിലോടുകൂടി സീതാ സ്വയംവര വേദിയിലെത്തിയിട്ടുള്ള ശ്രീരാമൻ അവരിരുവരും തമ്മിലുള്ള വിവാഹം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിതാഭാഗം അവസാനിക്കുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണ്, മനോഹരമായ ഭാഗമാണ്. പുരാണത്തിന്റെ എന്താ പറയാ പുരാണത്തിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗം, രാമായണത്തിൽ നിന്ന് ഉൾക്കൊണ്ട ചെറിയൊരു ഭാഗം. എല്ലാവരും കവിത നന്നായിട്ട് വായിച്ചു നോക്കുക. അതിന് മുൻപിൽ നൽകിയിട്ടുള്ള PDF നൽകിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ വായിക്കുകയുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അവ മനസ്സിലാക്കിയിട്ട്, നമ്മൾ മലയാളം എന്ന് പറയുന്നത് അങ്ങനെയാണ്, പാഠഭാഗം മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, അറിയുന്നത്. അതിലുപരി അതിൻ്റെ പൂർണ്ണമായ വശങ്ങളിലൂടെയുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവ ചേർത്ത് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ തൽക്കാലം നമുക്കിന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സന്തോഷമായിട്ടിരിക്കുക. സോ അടുത്ത മലയാളം ക്ലാസ്സിൽ പുതിയൊരു അധ്യായവുമായി, പുതിയൊരു ചർച്ചയുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് മുൻപിലെത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.